യൂദിത്ത് അധ്യായം 13. ഹോളോ ഫർണസിനെ വധിക്കുന്നു. സന്ധ്യയായപ്പോൾ ഹോളോ ഫർണസിൻ്റെ അടിമകൾ വേഗം പിൻവാങ്ങി. ബഗോവാസ് യജമാന സന്നിധിയിൽ നിന്ന് സേവകന്മാരെയെല്ലാം വെളിയിലാക്കി കൂടാര കവാടം പുറത്തു നിന്നടച്ചു. വിരുന്നു നീണ്ടുപോയതിനാൽ ക്ഷീണിതരായ അവർ ഉടനെ പോയി കിടന്നു. കൂടാരത്തിൽ വീഞ്ഞു കുടിച്ച് മത്തനായി കിടക്കയിൽ കിടക്കുന്ന ഹോളോ ഫർണസിൻ്റെ സമീപം യൂദിത്ത് മാത്രം അവശേഷിച്ചു. ശയനമുറിയിൽ നിന്ന് താൻ പുറത്തു വരുന്നതുവരെ പതിവ് പോലെ കാത്തുനിൽക്കാൻ അവൾ ദാസിയോടെ പറഞ്ഞിരുന്നു. താൻ പ്രാർത്ഥിക്കാൻ പോകുമെന്നും അവൾ പറഞ്ഞിരുന്നു. ബഗോവാസിനോടും അങ്ങനെ തന്നെ പറഞ്ഞു. അങ്ങനെ എല്ലാവരും പോയി. ചെറിയവനോ വലിയവനോ ആരും കിടക്കറയിൽ അവശേഷിച്ചില്ല. യൂദിത്ത് അവൻ്റെ കിടക്കയ്ക്കടുത്തു നിന്നുകൊണ്ട് ഹൃദയത്തിൽ മന്ത്രിച്ചു, സർവശക്തനായ ദൈവമായ കർത്താവേ, അവിടുന്ന് ഇപ്പോൾ ജെറുസലേമിൻ്റെ മഹത്വത്തിനു വേണ്ടിയുള്ള എൻ്റെ പ്രവൃത്തിയെ കടാക്ഷിക്കണമേ. അവിടുത്തെ അവകാശമായ ജനത്തെ സഹായിക്കാനും ഞങ്ങൾക്കെതിരെ വരുന്ന ശത്രുക്കളെ നശിപ്പിക്കാൻ ഞാൻ ഏറ്റെടുത്ത കർത്തവ്യം നിർവഹിക്കാനുമുള്ള അവസരമാണിത്. അവൾ ചെന്ന് കിടക്കയുടെ അറ്റത്തുള്ള തൂണിൽ ഹോളോ ഫർണസിൻ്റെ തലയ്ക്കു മുകളിലായി തൂങ്ങിക്കിടന്ന വാൾ എടുത്തു. അവൾ കിടക്കയ്ക്ക് അടുത്തു വന്ന് അവൻ്റെ തലമുടിയിൽ പിടിച്ചു പ്രാർത്ഥിച്ചു, ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവേ, ഇന്ന് എനിക്ക് ശക്തി തരണമേ. അവൾ തൻ്റെ സർവശക്തിയും ഉപയോഗിച്ച് അവൻ്റെ കഴുത്തിൽ 2 പ്രാവശ്യം വെട്ടി ശിരസ് ശരീരത്തിൽ നിന്ന് വേർപെടുത്തി. ശരീരം കിടക്കയിൽ നിന്നുരുട്ടി താഴെയിട്ടു. മേൽക്കട്ടിയും തൂണുകളിൽ നിന്നു വലിച്ചെടുത്തു. അല്പം കഴിഞ്ഞ് അവൾ പുറത്തു കടന്ന് ഹോളോ ഫർണസിൻ്റെ ശിരസ് ദാസിയെ ഏൽപ്പിച്ചു. അവൾ അത് ഭക്ഷണസഞ്ചിയിൽ നിക്ഷേപിച്ചു. ഉടൻ തന്നെ ഇരുവരും നിത്യവും പ്രാർത്ഥനയ്ക്ക് പോകും പോലെ പുറത്തേക്ക് പോയി. അവൾ പാളയത്തിലൂടെ കടന്ന് താഴ്വര ചുറ്റി മല കയറി ബത്തൂലിയായുടെ കവാടങ്ങളിലെത്തി. യൂദിത്ത് മടങ്ങിയെത്തുന്നു. യൂദിത്ത് ദൂരെ വച്ചു തന്നെ കവാടത്തിലെ കാവൽക്കാരോട് വിളിച്ചു പറഞ്ഞു, തുറക്കൂ, വാതിൽ തുറക്കൂ. നമ്മുടെ ദൈവം ഇപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. ഇസ്രായേലിൽ തൻ്റെ പ്രാബല്യവും നമ്മുടെ ശത്രുക്കൾക്കെതിരെ തൻ്റെ ശക്തിയും ഇന്നത്തെ പോലെ പ്രത്യക്ഷമാക്കുന്നതിനു വേണ്ടി തന്നെ. അവളുടെ നഗരത്തിലെ ആളുകൾ അവളുടെ ശബ്ദം കേട്ടപ്പോൾ ഇറങ്ങി നഗര കവാടത്തിലേക്ക് ഓടിച്ചെന്ന് ശ്രേഷ്ഠന്മാരെ വിളിച്ചുകൂട്ടി. ചെറുപ്പമെന്നിയെ അവരെല്ലാവരും ഒന്നിച്ചോടി. കാരണം അവൾ തിരിച്ചെത്തിയെന്നു വിശ്വസിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അവർ വാതിൽ തുറന്ന് അവരെ അകത്തു കടത്തി. വെളിച്ചത്തിനു വേണ്ടി തീ കത്തിക്കുകയും അവരുടെ ചുറ്റും കൂടി നിൽക്കുകയും ചെയ്തു. അവൾ ഉച്ചത്തിൽ പറഞ്ഞു, ദൈവത്തെ സ്തുതിക്കുവിൻ, അവിടുത്തെ പുകഴ്ത്തുവിൻ. ഇസ്രായേൽ ഭവനത്തിൽ നിന്ന് തൻ്റെ കാരുണ്യം പിൻവലിക്കാത്തവനും ഈ രാത്രി എൻ്റെ കരത്താൽ നമ്മുടെ ശത്രുക്കളെ നശിപ്പിച്ചവനും ആയ ദൈവത്തെ സ്തുതിക്കുവിൻ. അനന്തരം അവൾ സഞ്ചിയിൽ നിന്ന് ആ തലയെടുത്ത് അവരെ കാണിച്ചുകൊണ്ട് പറഞ്ഞു, നോക്കൂ, അസീറിയൻ സൈന്യാധിപനായ ഹോളോ ഫർണസിൻ്റെ ശിരസും മേൽക്കട്ടിയും. ഇതിൻ്റെ കീഴിലാണ് കുടിച്ചു മത്തുപിടിച്ച് അവൻ ശയിച്ചത്. ഒരു സ്ത്രീയുടെ കൈയാൽ കർത്താവ് അവനെ വീഴ്ത്തി. ഞാൻ പോയ വഴിയിൽ എന്നെ സംരക്ഷിച്ച കർത്താവാണേ. എൻ്റെ മുഖമാണ് അവനെ നാശത്തിൻ്റെ കെണിയിൽ കുടുക്കിയതും പാപകരമായ പ്രവൃത്തിയാൽ എന്നെ മലിനയാക്കുകയോ അപമാനിക്കുകയോ ചെയ്യാൻ ഇടവരുത്താതിരുന്നതും. ജനം അത്ഭുതപരതന്ത്രരായി ദൈവത്തെ കുമ്പിട്ടാരാധിച്ച് ഏകസ്വരത്തിൽ ഉദ്ഘോഷിച്ചു, ഞങ്ങളുടെ ദൈവമേ, അവിടുന്ന് വാഴ്ത്തപ്പെടട്ടെ. അവിടുത്തെ ജനത്തിൻ്റെ ശത്രുക്കളെ ഇന്ന് അവിടുന്ന് നിന്ദ്യരാക്കി. ഉസിയ അവളോട് പറഞ്ഞു, മകളെ, ഭൂമിയിലെ സ്ത്രീകളിൽ വച്ച് അത്യുന്നതനായ ദൈവത്താൽ ഏറ്റവും അധികം അനുഗ്രഹിക്കപ്പെട്ടവളാണു നീ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ചവനും ശത്രു നേതാവിൻ്റെ തല തകർക്കാൻ നിന്നെ നയിച്ചവനുമായ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. ജനം ദൈവത്തിൻ്റെ ശക്തി അനുസ്മരിക്കുമ്പോൾ നീ ദൈവത്തിൽ അർപ്പിച്ച പ്രത്യാശ അവരുടെ ഹൃദയങ്ങളിൽ നിന്നും വിട്ടുപോവുകയില്ല. ഇത് നിനക്കൊരു ശാശ്വത ബഹുമതിയാകാൻ ദൈവം കനിയട്ടെ. അനുഗ്രഹങ്ങളാൽ അവിടുന്ന് നിന്നെ നിറയ്ക്കട്ടെ. എന്തെന്നാൽ
നമ്മുടെ ദേശം അപമാനിതമായപ്പോൾ നീ സ്വജീവൻ അവഗണിച്ച് ദൈവസന്നിധിയിൽ നേർവഴിയിലൂടെ ചരിച്ച് ശത്രുക്കളോട് പ്രതികാരം ചെയ്ത് നാശത്തിൽ നിന്ന് അതിനെ രക്ഷിച്ചു. അങ്ങനെ തന്നെ ജനം ഉദ്ഘോഷിച്ചു. യൂദിത്ത് അധ്യായം 14. യഹൂദർ അസീറിയാക്കാരെ ആക്രമിക്കുന്നു. യൂദിത്ത് അവരോട് പറഞ്ഞു, സഹോദരന്മാരെ ശ്രദ്ധിക്കുവിൻ. ഈ തല കൊണ്ടുപോയി കോട്ടമതിലിൽ തൂക്കിയിടണം. പ്രഭാതമായി സൂര്യൻ ഉദിച്ചു തുടങ്ങുമ്പോൾ വീരന്മാരെല്ലാവരും ആയുധങ്ങളുമെടുത്ത് ഒരു നേതാവിൻ്റെ കീഴിൽ പട്ടണം കടന്ന് അസീറിയരുടെ പുറം താവളത്തിനെതിരെ എന്ന ഭാവേന സമതലത്തിലേക്ക് പുറപ്പെടണം. എന്നാൽ താഴേക്ക് ഇറങ്ങരുത്. അവർ ആയുധങ്ങളുമെടുത്ത് പാളയത്തിലേക്ക് ചെന്ന് അസീറിയൻ സേനാധിപതികളെ ഉണർത്തും. അവർ ഉടനെ ഹോളോ ഫർണസിന്റെ കൂടാരത്തിലേക്ക് ഓടും, പക്ഷേ അവനെ കാണുകയില്ല. അപ്പോൾ ഭയവിഹ്വലരായി അവർ പലായനം ചെയ്യും. തത്സമയം നിങ്ങളും ഇസ്രായേലിന്റെ അതിർത്തികൾക്കുള്ളിൽ വസിക്കുന്നവരും പിന്തുടർന്നു ചെന്ന് അവരെ വെട്ടിവീഴ്ത്തണം. ഇതിനെല്ലാം മുൻപേ അമ്മോന്യനായ ആഖിയോറിനെ ഇങ്ങോട്ട് നയിക്കുക. ഇസ്രായേൽ ഭവനത്തെ നിന്ദിച്ചവനും മരണത്തിലേക്കെന്ന പോലെ തന്നെ നമ്മുടെ അടുക്കലേക്ക് അയച്ചവനും ആയ മനുഷ്യനെ അവൻ കണ്ട് തിരിച്ചറിയട്ടെ. അവർ ആഖിയോറിനെ ഉസിയായുടെ ഗൃഹത്തിൽ നിന്ന് വിളിപ്പിച്ചു. അവൻ വന്നപ്പോൾ ജനക്കൂട്ടത്തിൽ ഒരാളുടെ കയ്യിൽ ഹോളോ ഫർണസിന്റെ തല കണ്ട് മൂർച്ഛിച്ച് കമിഴ്ന്നു വീണു. അവർ എഴുന്നേൽപ്പിച്ച ഉടനെ അവൻ യൂദിത്തിന്റെ പാദത്തിൽ വീണ് മുട്ടിന്മേൽ നിന്നുകൊണ്ട് പറഞ്ഞു, യൂദായുടെ കൂടാരങ്ങളിലെങ്ങും നീ വാഴ്ത്തപ്പെടും. ഏതു രാജ്യത്തായാലും ആളുകൾ നിന്റെ പേരു കേട്ടാൽ ഭയചകിതരാകും. ഈ ദിവസങ്ങളിൽ നീ എന്തെല്ലാമാണ് ചെയ്തതെന്ന് പറഞ്ഞാലും. അപ്പോൾ യൂദിത്ത് താൻ അവരെ പിരിഞ്ഞുപോയ ദിവസം മുതൽ അവരോട് സംസാരിക്കുന്ന ആ നിമിഷം വരെയുള്ള തൻ്റെ പ്രവർത്തനങ്ങൾ ജനത്തിൻ്റെ മുൻപിൽ വെച്ച് അവനെ വിവരിച്ചു കേൾപ്പിച്ചു. അവൾ പറഞ്ഞു തീർന്നപ്പോൾ ജനം ആർപ്പു വിളിക്കുകയും നഗരമാകെ ആഹ്ലാദ ധ്വനികൾ മുഴക്കുകയും ചെയ്തു. ഇസ്രായേലിന്റെ ദൈവം ചെയ്ത പ്രവൃത്തികൾ കണ്ട ആഖിയോർ ദൈവത്തിൽ ഗാഢമായി വിശ്വസിക്കുകയും പരിച്ഛേദനം സ്വീകരിച്ച് ഇസ്രായേൽ ഭവനത്തോട് ചേരുകയും ചെയ്തു. ഇന്നും അങ്ങനെ തുടരുന്നു. പ്രഭാതമായപ്പോൾ അവർ ഹോളോ ഫർണസിന്റെ ശിരസ് മതിലിൽ തൂക്കി. അവർ ആയുധവുമേന്തി ഗണങ്ങളായി മലമ്പാതകളിലേക്ക് പുറപ്പെട്ടു. അസീറിയാക്കാർ ഇതുകണ്ട് തങ്ങളുടെ സേനാപതികളെ വിവരമറിയിക്കുകയും സൈന്യാധിപന്മാർ, മറ്റു പടത്തലവന്മാർ, ഗണനായകന്മാർ എന്നിവരുടെ അടുത്തേക്ക് പോവുകയും ചെയ്തു. അവർ ഹോളോ ഫർണസിന്റെ കൂടാരത്തിൽ എത്തി അവന്റെ സ്വകാര്യ പരിചാരകനോട് പറഞ്ഞു, ഞങ്ങളുടെ യജമാനനെ ഉണർത്തുക. ഇതാ ആ അടിമകൾ തങ്ങളുടെ സമ്പൂർണ്ണ നാശത്തിന് നമുക്കെതിരെ യുദ്ധത്തിന് പുറപ്പെടാനുള്ള ധൈര്യം കാണിച്ചിരിക്കുന്നു. ബഗോവാസ് അകത്തു പ്രവേശിച്ച് കൂടാരവാതിലിൽ മുട്ടി. അവൻ യൂദിത്തിന്റെ കൂടെ ഉറങ്ങുകയാണെന്നത്രേ അവൻ ധരിച്ചത്. മറുപടി ലഭിക്കായികയാൽ അവൻ വാതിൽ തുറന്ന് ഉറക്കറയിൽ പ്രവേശിച്ചപ്പോൾ ഹോളോ ഫർണസ് ശിരസറ്റ് തറയിൽ കിടക്കുന്നതാണ് കണ്ടത്. ശിരസ് അപ്രത്യക്ഷമായിരുന്നു. അവൻ ഉറക്കെ നിലവിളിക്കുകയും ഏങ്ങിക്കരയുകയും വസ്ത്രം കീറുകയും ചെയ്തു. അവൻ യൂദിത്ത് പാർത്തിരുന്ന കൂടാരത്തിലെത്തി. അവളെ കാണാഞ്ഞതിനാൽ പുറത്ത് ആളുകളുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് വിളിച്ചു പറഞ്ഞു, ആ അടിമകൾ നമ്മെ ചതിച്ചു. ഒരു ഹെബ്രായക്കാരി നബുക്കദ്നേസർ രാജാവിന്റെ ഭവനത്തിന് അപമാനം വരുത്തിയിരിക്കുന്നു. ഇതാ ഹോളോ ഫർണസ് നിലത്ത് കിടക്കുന്നു. അവന്റെ ശിരസ് ജഡത്തിൽ കാണുന്നില്ല. അസീറിയൻ സൈന്യാധിപന്മാർ ഇതു കേട്ടപ്പോൾ പരിഭ്രാന്തരായി വസ്ത്രം കീറി. പാളയത്തിൽ അവരുടെ നിലവിളികളും അട്ടഹാസങ്ങളും ഉയർന്നു.